നമ്മളിന്ന് രാവിലെ തന്നെ അടുക്കി പെറുക്കലാണ്. നോലുമ്പായിട്ട് കുറേ ദിവസമായി തുടങ്ങിയത്. എന്നാലും ഡൈനിങ് ഹാളൊക്കെ ഒന്ന് നമ്മൾ ഒന്നുകൂടി അടുക്കി പെറുക്കാണ്. അപ്പം നമ്മൾ ചപ്പാത്തി ചുടുന്നതിനനുസരിച്ച് നമ്മൾ ഉണ്ണിയായിരുന്നു കൊണ്ടു കൊടുക്കുക. കഴിക്കാൻ തുടങ്ങിയില്ല. മുടിയൊക്കെ വെട്ടി മുഴുവനോട്ട് നമ്മൾ കടലക്കറി പരന്ന് കിടക്കും. നമ്മുടെ ദോശക്കല്ല് കറി ചപ്പാത്തി പരത്തിയിട. നമുക്ക് ഒന്ന് ചായ കുടിക്കാം. അയാളോ നമ്മൾ ഉന്നേറ്റം ചായ കുടിക്കേണ്ട. പോയി വെക്കാം. പിന്നേട്ടാ കടലക്കറി എങ്ങനെ നാട്ടിട്ട് നോൽമ്പല്ലേ? നമ്മൾ ഇന്നൊന്ന് ഫുഡ് വീഡിയോയിലേക്ക് വരാമെന്ന് വിചാരിക്കാം. നമ്മളെ പച്ചക്കറി ഫുഡ് വീഡിയോ എന്താ ഇപ്പം? നമ്മുടെ കറി തേങ്ങയും പിന്നെ നമ്മൾ ഒരു ഇച്ചിരി കടൽ ഇതിലേക്ക് അങ്ങോട്ട് ആഡ് ചെയ്തു. മിക്സിയിലാണ് അങ്ങനെ കഴിച്ചാലോ? എന്തോ ഒരു തൃപ്തിയില്ലാതെ ഇങ്ങനെ കേട്ടല്ലോ. കടലക്കറി കടലൊരു സുഖല്ലേ എന്നിട്ടോ? കടലൊക്കെ ഒരു പഴക്കമാണ്. ഡെക്സ കുഞ്ഞ് എന്താ ചെയ്യണേ? അമ്മന്റെ കുഞ്ഞാവി എന്താ ചെയ്യുന്നേ? നോക്ക്, ഈ നക്കി തുടയ്ക്കുന്നു വേണ്ട. എന്നെ ഞാൻ തുടച്ചു തരാം കേട്ടോ. ഷാമ്പു ഇട്ടിട്ട്. എൻ്റെ കുഞ്ഞുങ്ങളെ നല്ല ചീർപ്പ് കാണല്ലേ ഗൈസ്. ഡെക്സി അറിയാൻ നോക്കിക്കണേ. ഡെക്സൊക്കെ അറിയാം. അമ്മായി വരുന്നുണ്ട് ചായ കുടിക്കാൻ. പക്ഷെ ഓന് ചപ്പാത്തി അങ്ങനെ കണ്ടൊന്നും. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ ചായ എല്ലാം കഴിച്ച് പിന്നെ നമ്മളെ ഡെക്സ ബേബി തടിയിച്ച് വന്ന് നെരിഞ്ഞി വിരിഞ്ഞി. കുഞ്ഞെ കുളിക്കണ്ടേ? കുഞ്ഞിനെ കുളിക്കണ്ടേ? നമ്മുടെ കുഞ്ഞിനെ കുളിക്കണ്ടേ? അയ്യോ, ഞാൻ ക്ലീനിങ്ങിലാണ്. നാളെ തൊട്ടിട്ട് നമ്മളെ മുന്നേട്ട് സ്വാമി ശരണം നോൽമ്പിലേക്കാണ് പോകുന്ന. ഒരാഴ്ച മുന്നേ മാലയിടുള്ളൂ. പിന്നെ നമുക്ക് മണ്ഡലം ആയാൽ തന്നെ നമുക്ക് നോൽമ്പാണ്. നമ്മളെ വീട്ടിൽ അമ്പലക്കല്ലല്ലേ. അപ്പം മേലേക്ക് ഞാൻ കുറേ ദിവസം മുമ്പേ ക്ലീനൊക്കെ നടത്തി. ഇവിടെ ഇന്നും തുടയ്ക്കുന്നതൊക്കെയാണ്. പിന്നെ തട്ടിമുട്ടണത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം. എന്നാലും നമ്മൾ ഫോട്ടോക്കെ എടുത്ത് വെച്ച് അട്ടിക്കൊക്കെ എടുത്ത് വെച്ചൊക്കെ തുടയ്ക്കലും പിടിക്കലൊക്കെയാണ്. അപ്പം ക്ലീനിങ്ങിൻ്റെ പരിപാടിയിലാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോറ് വെക്കണം. ചോറ് അല്ലെ ഈ സമയത്തിന് ചോറ് വെക്കൂട്ട. പിന്നെ എന്താ 2 മണിമക്കളെ കുളിപ്പിക്കാണ്ട് എനിക്ക്. എൻ്റെ ഡെക്സ ബേബിനെ കുളിപ്പിക്കാൻ എനിക്ക് പാടില്ല. എൻ്റെ ശ്രീവാവൻ്റെ നെഞ്ഞത്ത് കയറിക്കും കുളിപ്പിക്കാൻ പോയാൽ. അപ്പൊ ഡ്രസ്സൊക്കെ ഊരിയിട്ട് ഒരു മാക്സ് ഇട്ടിട്ട് വേണം അവരെ കുളിപ്പിക്കാൻ. അപ്പൊ എന്റെ കുട്ടികളൊക്കെ പോയോ? എത്ര ആള് നാളെ നോൽമ്പെടുക്കോ? ഞാൻ നോൽമ്പെടുക്കണതിനെ കൊണ്ട് എനിക്കില്ലെങ്കിലും നോൽമ്പെടുക്കണം എന്നൊരു ആഗ്രഹം. എന്താ പറയാ, ഞാൻ മീനൊന്നും കഴിക്കില്ലല്ലോ. അപ്പൊ നിങ്ങളും കഴിക്കണ്ടോ? അതൊരു കുശുമ്പാണോ? കുശുമ്പൊന്നല്ല കേട്ടോ. നല്ലതാണ് നോൽമ്പൊക്കെ എടുക്കുന്നത്. അപ്പൊ എന്റെ കുട്ടികളൊക്കെ ഹാപ്പി അല്ലേ? സന്തോഷല്ലേ? എല്ലാരും വർക്കിന് പോയിട്ടുണ്ടെന്ന് വിചാരിക്കണു. നമ്മളെ സ്റ്റാൻഡ് 2ാമതും 3ാമത്തെ സ്റ്റാൻഡും
പൊട്ടി, കാല് പൊട്ടി. അപ്പോൾ പിന്നെ സ്റ്റാൻഡപ്പിൽ നിർത്താൻ വയ്യ, നമ്മൾ കയ്യിൽ പിടിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ജോബിന് പോയിണ്ടാവും, സ്കൂളിൽ പോയിണ്ടാവും, കോളേജിൽ പോയിണ്ടാവും. വീട്ടമ്മമാർ വീട്ടിലെ പണീൻ്റെ തിരക്കിലായിരിക്കും. എല്ലാവരുടെ വീട്ടിലും നോലുമ്പും കാര്യങ്ങളൊക്കെ മിക്ക ആളുകളും ഉണ്ടാവും. അപ്പോൾ ഈ ഗുഡ് മോർണിംഗ് വീഡിയോയിൽ നല്ല ശുഭദിനം പറഞ്ഞുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഡേ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ മക്കൾക്കും. അപ്പോൾ ടാറ്റാ, ലവ് യു. ഇനി വേറെ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പം എൻ്റെ ടെക്സാസ് ബേബി പുറത്ത് എന്താ നടക്കണമെന്ന് അറിയാതെ നിൽക്കാം. അപ്പം എൻ്റെ തൊടയും വടിയൊക്കെ തുടയ്ക്കാനൊക്കെ തുടച്ചു. ഇങ്ങനെ കണ്ട സ്ഥലങ്ങളൊക്കെ ഒന്ന് തുടയ്ക്കണം. ഓക്കെ, കറുത്തടക്കി അങ്ങ് ഊരി ഇതാ ഊരി ഇനി ഇവിടുത്തെ ഊരാണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം.